ദേശീയപാതയിൽ വീണ്ടും വിള്ളൽ. കണ്ണൂർ കീഴാറ്റൂരിലാണ് ദേശീയപാത നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് വിള്ളൽ കണ്ടെത്തിയത്. വയൽ നികത്തി 4 മീറ്ററിലധികം മണ്ണിട്ട് ഉയർത്തിയാണ് കീഴാറ്റൂരിൽ ദേശീയപാത നിർമ്മാണം നടക്കുന്നത്. സുനിൽ ഐസക് കൊണ്ട് വിവരങ്ങൾ നൽകാനായി. സുനിൽ, കീഴാറ്റൂരിൽ വയൽ നികത്തിയാണ് ദേശീയപാത നിർമ്മാണം നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് വലിയ പ്രക്ഷോഭങ്ങളൊക്കെ നമ്മൾ കണ്ടതുമാണ്. ഇപ്പോൾ അതിന് സമീപത്താണോ ഇത്തരത്തിലൊരു വിള്ളൽ കണ്ടെത്തിയിരിക്കുന്നത്? എന്താണ് വാർത്തയുടെ വിശദാംശം? നമുക്കറിയാം, കീഴാറ്റൂരിൽ വയൽ നികത്തി ദേശീയപാത നിർമ്മിക്കുന്നതിനെതിരെ വലിയ രാജ്യശ്രദ്ധ തന്നെ നേടിയ വലിയ സമരങ്ങളൊക്കെ നടന്ന ഒരു സ്ഥലമാണ് അവിടെ. പക്ഷേ അവിടെ വയൽ നികത്തി ദേശീയപാത പണിതാൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്നായിരുന്നു അന്ന് വയൽക്കിളിയിൽ അടക്കമുള്ള ആളുകൾ ഉന്നയിച്ച ഒരു ആവലാതി. അത് ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ വലിയ വിള്ളൽ ദേശീയപാതയിൽ അവിടെ ആ ഭാഗത്ത് രൂപപ്പെട്ടിരിക്കുന്നു എന്നതാണ്. ഇന്ന് ഏതാണ്ട് രാവിലെയോടുകൂടിയാണ് ഇത്തരത്തിൽ വലിയ വിള്ളൽ അവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഏതാണ്ട് 30 മീറ്ററിലധികം നീളത്തിൽ അവിടെ വിള്ളൽ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ വയൽ നികത്തി ഏതാണ്ട് 4 മീറ്ററിലധികം മണ്ണിട്ട് നികത്തി അതിനു മുകളിലൂടെയാണ് ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്നത്. മാത്രമല്ല, അതിന്റെ ഒരു ഭാഗത്ത് ഇടിഞ്ഞു വീഴാതിരിക്കാനായി, അതിന്റെ സൈഡ് ഭിത്തി ഇടിഞ്ഞു വീഴാതിരിക്കാനായി മണ്ണ് കൂട്ടിയൊക്കെയാണ് അവിടെ ആ സൈഡ് ഭിത്തി പോലും നിലനിർത്തിയിരിക്കുന്നത്. അതിനിടയിലാണ് അവിടെ ഇപ്പോൾ വിള്ളൽ കൂടി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വലിയ രീതിയിലുള്ള ഏതാണ്ട് 30 മീറ്ററിൽ മുകളിലുള്ള വിള്ളലാണ് ഇപ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസം അതിശക്തമായ മഴ പെയ്തപ്പോ ആ ദേശീയപാത കടന്നു പോകുന്നതിന്റെ ഇരുവശങ്ങളിലും വലിയ വെള്ളക്കെട്ടും രൂപപ്പെട്ടിരുന്നു. ആ വെള്ളക്കെട്ടും ഇപ്പോഴും അവിടെ തുടരുന്നുണ്ട്. ആ വെള്ളക്കെട്ട് അവിടെ നിലനിൽക്കുന്നതുകൊണ്ടുകൂടിയാവാം ഈ വിള്ളൽ ഇപ്പോൾ ഉണ്ടായതെന്നാണ് കരുതുന്നത്. എന്തായാലും ദേശീയപാത അധികൃതർ നാളെ അവിടെ എത്തും, സന്ദർശിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ നിലവിൽ വലിയ തോതിലുള്ള വിള്ളലാണ് അവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ സുനിലെ, നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും, ഈ പാലത്തിനായിട്ടുള്ള ഭാഗങ്ങളിൽ ബീമുകളിൽ വലിയ വിള്ളൽ കാണുന്നുണ്ട്. അപ്പോൾ കോൺക്രീറ്റുകളിൽ വലിയ വിള്ളൽ കാണാൻ കഴിയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ദേശീയപാത അതോറിറ്റി നൽകുന്ന ഒരു വിശദീകരണം എന്താണ്? ദേശീയപാത അതോറിറ്റിയുടെ ഒരു വിശദീകരണത്തിലേക്ക് ഇതുവരെ കാര്യങ്ങൾ എത്തിയിട്ടില്ല. കാരണം ദേശീയപാത അതോറിറ്റിയുടെ അധികൃതർ ഇതുവരെ അവിടെ സ്ഥലം സന്ദർശിച്ചിട്ടില്ല. അതായത് അവര് ഒരുപക്ഷെ നാളെയോ മറ്റോ ആവാം ഈ സ്ഥലത്ത് സന്ദർശനം നടത്തുക എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്ന് രാവിലെയാണ് ഇത്തരത്തിലൊരു വിള്ളൽ കാണുന്നത്. നാട്ടുകാരാണ് ഈ വിവരം നമ്മളെയൊക്കെ അറിയിക്കുന്നത്. എന്തായാലും ദേശീയപാത അധികൃതരുടെ ആളുകളെയും അത് അറിയിച്ചിട്ടുണ്ട്. മേഘ കൺസ്ട്രക്ഷൻസിനാണ് ആ ഭാഗത്തിന്റെ അവിടെ ഒരു നിർമ്മാണ ചുമതലയുള്ളത്. ഈ നിർമ്മാണ ചുമതലയുള്ള കമ്പനിയും ആ വിവരം അറിയിച്ചിട്ടുണ്ട്. എന്തായാലും അവരൊരു പക്ഷേ ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ നാളെയോ ഇവിടെ സന്ദർശനം നടത്തും, പരിശോധന നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 തരത്തിലുള്ള വിള്ളലുകളാണ് അവിടെ കാണുന്നത്. ഒന്ന്, അവിടെ റോഡിന് ഇപ്പോൾ അവിടെ ടാർ ചെയ്തിരിക്കുന്ന ഭാഗത്ത് വലിയ വീതിയിലുള്ള നീളത്തിലുള്ള വിള്ളൽ രൂപപ്പെട്ടിരിക്കുന്നു. മറ്റൊന്ന്, ഇതിന്റെ സൈഡ് ഭിത്തി, ആ സൈഡ് ഭിത്തിയിലും വിള്ളലുണ്ട്. ആ വിള്ളൽ വീണ് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗത്ത് മണ്ണിട്ട് ആ ഭാഗം ഇങ്ങനെ അതിനെ താങ്ങ് കൊടുത്ത് നിർത്തിയിരിക്കുന്ന അവസ്ഥയാണ്. മാത്രമല്ല, ഇത്ര ദിവസം 2-3 ദിവസമായിട്ട് ഇപ്പോൾ മഴയൊന്നുമില്ല. എങ്കിൽ കൂടിയും അതിന്റെ ഇരുഭാഗങ്ങളിലും വലിയ തോതിൽ വെള്ളം കെട്ടി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ അതാവാം ഈ പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് ഒരു പ്രാഥമികമായ നിഗമനം.